ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ജില്ലീസ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് മതിയായ ഒരു ഏലത്തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കൂട്ടത്തിൽ തനിയ എന്ന് പറയുന്ന പോലെ ഏലത്തോട്ടത്തിൽ തനിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ ഉടുമ്പൻചോലയിൽ നിന്ന് കല്ലുപാലം കൂടി തേവാരം വെട്ട് വരെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ ഒരിക്കൽ നെടുങ്കണ്ടത്തു നിന്ന് കോമ്പയാറ് കൂടി തേവാരം വെട്ട് വരെ വന്നിട്ട് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു നമുക്ക് ഉടുമ്പൻചോലയിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രിപ്പും കൂടെ നമുക്ക് നടത്താം, എന്നാലും പൂർത്തിയാവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര അങ്ങോട്ട് ആരംഭിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മളങ്ങനെ ഉടുമ്പൻചോല ടൗണിലാണോ ഉള്ളത് കേട്ടോ. ഉടുമ്പൻചോലയുടെ വീഡിയോ നമുക്ക് അല്ലാതെ അടിപൊളിയായിട്ട് എടുക്കണം. അപ്പോൾ ഉടുമ്പൻചോല ടൗണിൽ നിന്ന് നേരെ മൂന്നാർ പോകുന്ന വഴിക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മൂന്നാറിന് ഇവിടുന്ന് 49 കിലോമീറ്ററാണുള്ളത്. ചെമ്മണ്ണാറിന് 6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കല്ലുപാലം എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു പോകണം. വലത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് കല്ലുപാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ കല്ലുപാലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്ലുപാലം കൂടി നേരെ നമ്മൾ യാത്ര ചെയ്ത് തേവാരം വെട്ടിലാണ് ഈ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പം ഉച്ച കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് മഴയൊക്കെ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാർമേഘങ്ങളൊക്കെ അങ്ങിങ്ങ് ഇരുണ്ട് കൂടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചകൾ നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതുവഴിയുള്ള യാത്ര. അപ്പോൾ ഉടുമ്പൻചോലയുടെ വിശദമായ ഒരു വീഡിയോ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ ചാനലിൽ നമുക്കിടാം. അപ്പോൾ ഈ മേഖലയിലൊക്കെ വഴികളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടുകൊണ്ട് ഇറങ്ങണ്ടേ, കേബിളിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നെടുങ്കണ്ടത്തു നിന്ന് കല്ലുപാലം വരെ ഉടുമ്പൻചോലയിൽ നിന്ന് കല്ലുപാലം വരെ നമുക്ക് 2 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഈ 2 കിലോമീറ്റർ നീളവും നമുക്ക് ധാരാളം വീടുകളും അതുപോലെ തന്നെ ഏലത്തോട്ടങ്ങളുമാണ് നമുക്ക് കാണുന്നത്. യാത്ര എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മയിലാടുംപാറയൊക്കെ ചെയ്ത പോലെ തന്നെ ഏലക്കാടിൻ്റെ ഉള്ളിക്കടെ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിക്കടെയുള്ളൊരു യാത്രയാണ്. വൈകുന്നേര സമയം അടുത്തോട് തന്നെ ഈ തേയില തോട്ടം തൊഴിലാളികളുടെ വാഹനം ജീപ്പിലെ തമിഴ്നാട്ടിൽ നിന്ന് കയറി തന്നെ അവനൊക്കെ ശരിക്കും പാഞ്ഞ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അല്പം നമ്മുടെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ വാഹനം ഓടിക്കണം. എന്താണെങ്കിലും കാഴ്ചകളുടെ ബഹുദൂരത്തിലേക്ക് കടക്കുന്ന ഈ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊരു രസം നോക്കി, അടിപൊളിയല്ലേ ആ മല ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ഫൈനലി നമ്മളങ്ങനെ കല്ലുപാലത്തേക്ക് എത്തി. ഇതാണ് കല്ലുപാലം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഗ്രാമത്തിൻ്റെതായ കാഴ്ചകളെല്ലാം ഉണ്ട്, കുറേ കടകളൊക്കെ ഉണ്ട്. ഈ ഇടുക്കിയിലെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ തോട്ടം മേഖലയൊക്കെ ഉള്ളിടത്ത് വൈകുന്നേര സമയത്ത് മാത്രമേ ആളുകളുണ്ടാവുള്ളൂ കേട്ടോ. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ മിക്കവാറും കടകളൊക്കെ ക്ലോസ് ചെയ്യും. പക്ഷേ ഇപ്പം നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ആ ഒരു സമയമായതുകൊണ്ട് ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ ഇല്ല. ഇവിടെ നമുക്കൊരു ചെറിയ കലുങ്ക് കാണാൻ പറ്റും. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ആളുകളൊക്കെ താമസിക്കുന്ന മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ മനോഹരമായ ഒരു ബിൽഡിങ്ങും അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വളക്കടയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയുണ്ട്. ഇതാ ശരിക്കും പറഞ്ഞ വർഷങ്ങളായിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ഹായ് ഒരു ഹായ് തരാവോ? പേര് പറയാവോ? ഓക്കെ. കല്ലുപാലത്തെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ഞാൻ ഒരു 10-12 വർഷം മുമ്പ് ഇതോടെ പോകുമ്പോഴും ഈ പള്ളി ഭയങ്കര അട്രാക്ഷനായിട്ട് നിലനിൽക്കുന്നതാണ്. ഈ ചർച്ചിൻ്റെ പേര് എന്ന് പറയുന്നത് സെൻറ്റ് മേരീസ് ചർച്ച് കല്ലുപാലം എന്നാണ്. ഇവിടെ തന്നെ നമുക്ക് ധാരാളമായിട്ടുള്ള ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് മനോഹരമായിട്ട് ഈ പള്ളി അങ്ങനെ നിൽക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വഴിയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ പബ്ലിക് സ്കൂളുണ്ട് കേട്ടോ, വിജയമാത പബ്ലിക് സ്കൂൾ കല്ലുപാലം എന്ന് പറഞ്ഞത്. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. പിന്നെ കുറേ ഈ തോട്ടം മേഖലയിലേക്ക് അതുപോലെ കുറേ ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന മനോഹരമായിരിക്കുന്ന ഒരു വഴിയാണിത് കേട്ടോ. നമ്മൾ കണ്ട ആ പള്ളിയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്കൂളാണിത്. വിജയമാത പബ്ലിക് സ്കൂൾ കല്ലുപാലം എന്നാണ് ഈ സ്കൂളിൻ്റെ പേര് കേട്ടോ. അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന
മനോഹരമായ ഒരു സ്കൂള്. ഇതാണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഈ ഗ്രാമം കാണാൻ വേണ്ടി വന്നല്ലേ, എന്നാൽ ഈ പള്ളിയുടെ മുറ്റത്തേക്കൊന്ന് കയറി പോകാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനങ്ങനെ യാത്ര ചെയ്യുകയാണ്. എൻ്റെ ഫോനെ അടിപൊളി കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നമ്മളിത് ഇങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കൽക്കുരിശൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനോട് ചേർന്ന് കൽക്കുരിശാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ സത്യത്തിൽ, അതോ സിമിൻ്റെ വർക്ക് ചെയ്ത് വെച്ചേക്കണേ ആണോ എന്നറിയത്തില്ല. എന്തുവാട്ടെ മനോഹരമാണല്ലോ. ഇതൊക്കെയാണ് കൂട്ടുകാരെ കല്ലുപാലത്തെ കാഴ്ചകൾ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ തേവാരംപെട്ട് എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ കോമ്പയാറ് കൂടി നമ്മൾ ആനക്കല്ലൊക്കെ വീഡിയോ ചെയ്തില്ലേ, അതിൻ്റെ ഒരു പകുതിക്ക് വെച്ചാണ് നമ്മൾ അന്ന് നിർത്തിയത്. അതിൻ്റെ ബാലൻസ് ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ്. അങ്ങനെ കൂട്ടുകാരെ മനോഹരമായിരിക്കുന്ന കല്ലുപാലം ഗ്രാമത്തിൽ നിന്ന് കല്ലുപാലം പള്ളിയൊക്കെ കണ്ടിട്ട് നമ്മളിതേ മുന്നോട്ടുള്ള യാത്രയിലാണ്. എൻ്റെ പൊന്നുവശമാരെ, ഈ വഴി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വഴിയൊക്കെ എത്ര ഡെവലപ്പാല്ലേ. ശരിക്കും ഒരു 10-15 വർഷം മുമ്പ് ഞാനിവിടെ പോന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു നാരോ റോഡായിരുന്നു കേട്ടോ. അന്നും ടാറിങ് ഉണ്ടായിരുന്നു. ഞാൻ ഇടുക്കിയിൽ പല വഴികളെക്കുറിച്ച് നിങ്ങളോട് പറയാറുണ്ട്. നമ്മുടെ പണ്ട് ജീപ്പ് മാത്രം പോയിക്കൊണ്ടിരുന്ന വഴികളൊക്കെ ഇന്ന് റബ്ബറൈസ്ഡായിട്ട് മാറി എന്നുള്ള കാര്യമാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാറമടയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാണെങ്കിലും വൈകുന്നേരം സമയമായതുകൊണ്ട് ഇതിലൊക്കെ ജോലിക്ക് പോയിട്ട് വരുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവരെ കൊണ്ടുവരാൻ വന്ന ജീപ്പുകളുടെ കാഴ്ചയൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഈ ഏരക്കാടിൻ്റെ ഉള്ളിലെ മരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ മരങ്ങളൊക്കെ ശരിക്കും എരമ്പ് ഇറക്കി നിർത്തിയേക്കുവാണ്. മഴക്കാലം അടുക്കാറാകുമ്പോൾ ഏലത്തിൻ്റെ അകത്ത് എരമ്പ് ഇറക്കും. കാരണം വെച്ചാൽ എരമ്പ് നിന്ന് കഴിഞ്ഞാൽ ഏലം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചകളുടെ മറ്റൊരു തലത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഫൈനലി നമ്മൾ ഇപ്പോൾ തമിഴ്നാടുമായിട്ട് ഏറ്റവും അടുത്ത ഒരു പ്രദേശത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ടെറിട്ടറിയൊക്കെ നമ്മൾ മാറിയില്ലേ. അപ്പം നമ്മൾ ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് തേവാരംപെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മേഖലയൊക്കെ നോക്കിയാൽ പാറപ്പുറമൊക്കെ എന്ത് ഭംഗിയല്ലേ, പുൽമേടുകളൊക്കെ എങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ആ പാറപ്പുറത്തിൻ്റെ ഒരു കാഴ്ച അടിപൊളിയല്ലേ. ആ പാറപ്പുറം വെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഈ റോട്ടിൽ കൂടെ നമ്മളങ്ങനെ തമിഴ് ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നീലാകാശത്തിൽ അങ്ങ് പാറി പറക്കുന്ന മേഘങ്ങളൊക്കെ കണ്ട് നമ്മളങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി യാത്ര അങ്ങ് തുടരുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരന്മാരെ, ഇതൊരു ചെറിയ കവലയാണ്. ഇവിടെ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മുടെ ഈ തോട്ടമേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളാണ് കൂടുതലും ഈ ഒരു മേഖല താമസിക്കുന്നത് കേട്ടോ. അതും തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ്. മലയാളീസും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവിടുന്ന് നമ്മളിത് മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുവായിരുന്നേ. കാട്ടിൽ നിന്ന് പട്ടി വണ്ടിക്ക് വട്ടം ചാടി. എൻ്റെ പോലെ ഞാൻ ഓർത്ത ഇടിച്ച് ഞാനും പട്ടിയും വണ്ടിയും എല്ലാം കൂടി റോട്ടിൽ ചാടിയെന്നാണ് ഞാൻ ഓർത്ത കേട്ടോ. എന്നാണെങ്കിലും ഞാൻ ചാടി ബ്രേക്ക് ഒന്ന് ചവിട്ടി, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഫൈനലി നമ്മളങ്ങനെ മാൻകുത്തിമേട് അഥവാ തേവാരംപെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താറായി കൂട്ടുകാരെ. ക്യാമറയ്ക്കകത്ത് ചെറിയ തോതിലുള്ള മിസ്റ്റും കയറാറാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വന്തമായിട്ട് വിൻഡുമില്ലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വീട് നിങ്ങളിവിടെ കണ്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ കുത്തനെയുള്ള ഇറങ്ങി അങ്ങോട്ട് പോവുകയാണേ. ഇതുണ്ടോ, ഇവിടെയൊക്കെ മനോഹരമായ ഒരു വീട് കണ്ടോ, നല്ല രസമല്ലേ. വീടാണോ റിസോർട്ടാണോ എന്നറിയത്തില്ല. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയ ചായക്കടയൊക്കെ നമുക്ക് കാണാം. കുട്ടപ്പായുടെ ചായക്കട കൊള്ളാലോ. അപ്പോൾ അതെ ഇവിടെ നോക്കിയേ, അടിപൊളിയല്ലേ. നമ്മൾ ഈ ചെന്നൈയാണെന്ന സ്ഥലമുണ്ടല്ലോ, തമിഴ്നാട്ടിലേക്ക് ചെന്ന് കിടും. ഇതേ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അങ്ങേറ്റം നമുക്ക് തമിഴ്നാട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തമിഴ്നാട് കമ്പം കഴിഞ്ഞ് തേനിക്ക് ഇടയ്ക്കുള്ള ഏതോ ഒരു സ്ഥലമാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു മേഖല കണ്ടോ, എന്തൊരു രസം നോക്കിയാൽ, മലനിരകളൊക്കെ അടിപൊളിയല്ലേ. ഇതാണ് തേവാരംപെട്ട് എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ
ഈ ഒരു വളവ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കേട്ടോ, ഈ വളവ് ഇവിടെ താഴെ വിൻഡ് മില്ലുകളൊക്കെ ഇങ്ങനെ കറങ്ങുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളി കാഴ്ചയാണേ. ഇവിടങ്ങൾ നോക്കിയേ, എന്തൊരു ഗംഭീര ആംബിയൻസാന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ അത് ആ കാണുന്ന മെട്ടില്ലേ, ആ കാണുന്ന മെട്ടിൻ്റെ കയറി പോയി കഴിഞ്ഞാൽ തമിഴ്നാട് കുറച്ചും കൂടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. എൻ്റെ പൊന്ന് മച്ചാമാരെ, വൗ, പുളിയെന്ന് പറഞ്ഞ പുളി സ്ഥലം. ചന്ദ്രകലഭം ചാർത്തിയുറങ്ങും തീരം. നമ്മളങ്ങനെ ഫൈനലി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നെടുങ്കണ്ടത്തു നിന്ന് യാത്ര ചെയ്ത് ഈ കാണുന്ന വഴിയില്ലേ, തൊട്ട് താഴേക്കടെ ഈ കാണുന്ന വഴിക്കടെ കയറിയിട്ട് നമ്മളിത് ഇവിടെ വന്നായിരുന്നു അന്ന് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത് ഉടുമ്പൻചോല എന്ന കല്ലുപാലവും കണ്ട് അതിന് ശേഷമുള്ള കുറേ ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ട് തേവാരമെട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കണേ. ആ കാണുന്ന മേടില്ലേ, അതിൻ്റെ മേട്ടിലേക്ക് നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറ്റും. അവിടെ നിന്നാൽ ശരിക്കും തമിഴ്നാട് ബോർഡറും താഴെ തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്ന കാഴ്ചകൾ? നമ്മൾ അടിപൊളി കാഴ്ചകൾ കണ്ടതേ തേവാരമെട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുപാലത്തിൻ്റെ മനോഹരമായ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുകൂട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.